വാൽപ്പാറയിൽ പുലി പിടിച്ച കുട്ടിയുടെ മൃതദേഹം കണ്ടെത്തി. വീടിന് സമീപത്തുള്ള എസ്റ്റേറ്റിൽ നിന്നാണ് മൃതദേഹം കണ്ടെത്തിയത്. അനീഷ് ആന്റണി ചേരുന്നു വിവരങ്ങളുമായി. അനീഷ്, എന്താണ് നിലവിലെ സാഹചര്യം? നിലവിൽ കുട്ടിയുടെ മൃതദേഹം ഇപ്പോൾ വാൽപ്പാറയിലെ സർക്കാർ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇൻക്വസ്റ്റ് നടപടികളൊക്കെ പൂർത്തിയാക്കി പൊള്ളാച്ചി ഗവൺമെന്റ് ആശുപത്രിയിലായിരിക്കും പോസ്റ്റ്മോർട്ടം നടത്തുക. എന്തായാലും ഈ വിഷയത്തിൽ ഇപ്പോൾ തമിഴ്നാട് സർക്കാർ കുടുംബത്തിന് ധനസഹായമായി 10 ലക്ഷം രൂപ പ്രഖ്യാപിച്ചു എന്നാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം. ഇതിൽ 50,000 രൂപ അത്യാവശ്യ ഉപയോഗത്തിനായി ആദ്യം കൈമാറുമെന്നുള്ളൊരു വിവരം കൂടി ലഭിക്കുന്നുണ്ട്. എന്തായാലും കുട്ടിയുടെ മൃതദേഹം പുലി പാതി ഭക്ഷിച്ച നിലയിലായിരുന്നു. തലയും അതുപോലെ തന്നെ കാലും കുറച്ച് ഭാഗങ്ങളും മാത്രമേ ബാക്കി വെച്ചിട്ടുള്ളൂ. ബാക്കി എല്ലാ ഭാഗങ്ങളും പുലി ഭക്ഷിച്ച നിലയിലായിരുന്നു കുട്ടിയുടെ മൃതദേഹം കണ്ടെത്തിയത്. ഇന്നലെ വൈകിട്ട് 6 മണിയോടെയാണ് ഇത്തരത്തിൽ കുട്ടി ഈ തൊഴിലാളികൾ താമസിക്കുന്ന ഈ ജാർഖണ്ഡ് സ്വദേശികളായ ദമ്പതികൾ താമസിക്കുന്ന വീടിന് മുൻപിൽ കളിച്ചുകൊണ്ടിരിക്കുന്നതിനിടെ പുലി ഓടി വന്ന് കുട്ടിയെ കടിച്ച് വലിച്ചു കൊണ്ടുപോയത്. ഇതിന് ദൃക്സാക്ഷിയായി അമ്മയുണ്ടായിരുന്നു. സമീപത്തെ ലയങ്ങളിലുള്ള ആളുകളൊക്കെ ഉണ്ടായിരുന്നതായാണ് ഇപ്പോൾ പറയുന്നത്. ഈ വിവരം ഉടൻ പോലീസിൽ അറിയിച്ചു, വാൽപ്പാറ പോലീസിൽ അറിയിച്ചു. ഉടൻ തമിഴ്നാട് പോലീസ്, വാൽപ്പാറ പോലീസും അതുപോലെ തന്നെ തമിഴ്നാട് വനവകുപ്പും നാട്ടുകാരും ഒക്കെ ചേർന്ന് ഇന്നലെ രാത്രി വരെ വലിയ രീതിയിൽ ചെറു സംഘങ്ങളായി തിരിഞ്ഞൊക്കെ തെരച്ചിൽ നടത്തിയെങ്കിലും കുട്ടിയെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. പിന്നീട് വീണ്ടും ഇന്ന് രാവിലെ ഡ്രോണിന്റെയും അതുപോലെ ഡോഗ് സ്ക്വാഡിന്റെയും ഉൾപ്പെടെ സഹായത്താൽ വിപുലമായ തെരച്ചിൽ നടത്തി. തെരച്ചിലിന് ഒടുവിലാണ് കുട്ടിയുടെ മൃതദേഹം ഇത്തരത്തിൽ പാതി ഭക്ഷിച്ച നിലയിൽ കണ്ടെത്തിയത്. ജീവനോടെ കുട്ടിയെ ലഭിക്കുമെന്നുള്ളൊരു പ്രതീക്ഷയിലായിരുന്നു ആ നിമിഷം വരെ വീട്ടുകാരും നാട്ടുകാരും അതുപോലെ തന്നെ പോലീസും വനവകുപ്പും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ചേതനയറ്റ് പകുതി ശരീരം ഭക്ഷിച്ച നിലയിൽ ആരുടെ കരളലിയിപ്പിക്കുന്ന രീതിയിലാണ് കുട്ടിയുടെ മൃതദേഹം ഒക്കെ കണ്ടെത്തിയത്. ഉടൻ അവിടെ നിന്നും മൃതദേഹം ഇപ്പോൾ വാൽപ്പാറ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി പൊള്ളാച്ചി ആശുപത്രിയിലേക്ക് മാറ്റും. പോസ്റ്റ്മോർട്ടം നടപടികൾ ഉൾപ്പെടെ നടത്തേണ്ടതുണ്ട്. അതിന് മുന്നോടിയായി ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കേണ്ടതുണ്ട്. ഈ മേഖലയിൽ നമുക്കറിയാം നിരവധി തവണ ഇത്തരത്തിൽ സമാന രീതിയിൽ പുലിയുടെ ആക്രമണം ഉണ്ടായിട്ടുണ്ട്. നേരത്തെയും സമാന രീതിയിൽ തൊഴിലാളിയായിട്ടുള്ള ഒരു അമ്മയുടെ കൂടെ നിന്നിരുന്ന ആ കൊച്ചുകുട്ടിയെ പുലി കടിച്ചുകൊണ്ടുപോയി കൊലപ്പെടുത്തി ഉപേക്ഷിച്ചു പോയ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അതിനു മുൻപ് വെള്ളം ശേഖരിക്കാനായി സമീപത്തെ നദിക്കരയിൽ നിന്നിരുന്ന കുട്ടിയെ പുലി പിടികൂടുന്ന ഒരു സംഭവം ഉണ്ടായി. പക്ഷെ അന്ന് ആ കുട്ടി ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടു. വലിയ പരിക്കുകളില്ലാതെ രക്ഷപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. നാട്ടാനയുടെയും പുലിയുടെയും ഒക്കെ നിരന്തര ആക്രമണമുള്ള ഒരു പ്രദേശമാണ് ഈ വാൽപ്പാറ എന്ന് പറയുന്ന പ്രദേശം. ഈ ലയങ്ങൾക്ക് നേരെ തൊഴിലാളികൾ താമസിക്കുന്ന ലയങ്ങൾക്ക് നേരെ കാട്ടാനാക്രമണം ഉണ്ടായിട്ടുണ്ട്. ആ സംഭവത്തെ തുടർന്ന് അവിടുത്തെ തമിഴ്നാട് വനവകുപ്പും അതുപോലെ നാട്ടുകാരും വലിയ സംഘർഷത്തിന്റെ വക്കിൽ വരെ എത്തിയ സംഭവം ഉണ്ടായിട്ടുണ്ട്. ഏറ്റവും ഒടുവിലാണ് ഇപ്പോൾ ഈ വന്യമൃഗ ശല്യത്തിന്റെ ആഴം മനസ്സിലാക്കുന്ന രീതിയിലാണ് ഇപ്പോൾ ഇന്നലെ ഈ കുട്ടിയെ പുലി കടിച്ചുകൊണ്ടുപോയി കൊലപ്പെടുത്തി ഭക്ഷിച്ച നിലയിൽ ഇപ്പോൾ ഒരു സംഭവം ഉണ്ടായിട്ടുള്ളത്. എന്തായാലും പോസ്റ്റ്മോർട്ടം നടപടികൾ ഉൾപ്പെടെ നടത്തേണ്ടതുണ്ടായിട്ടുള്ള ഇൻക്വസ്റ്റ് നടപടികളും മറ്റ് നിയമ നടപടിക്രമങ്ങളൊക്കെ തമിഴ്നാട് പോലീസ് പൂർത്തീകരിച്ചു വരികയാണ്. കാളിദാസ്. ശരി അനീഷ്, പുലി പിടിച്ച കുട്ടിയുടെ മൃതദേഹം കണ്ടെത്തിയിരിക്കുകയാണ്. നിരന്തരം വന്യജീവി ആക്രമണങ്ങൾ നടക്കുന്ന ഒരു പ്രദേശമാണ് എന്നുള്ളതും കൂടി അനീഷ് പങ്കുവച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വന്നിരിക്കുന്ന വാർത്ത എന്ന് പറയുന്നത് ഈ ഒരു കുട്ടിയുടെ മരണം എന്നുള്ളതാണ്. ആ മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നു. പോസ്റ്റ്മോർട്ടം നടപടികൾ അടക്കം നടക്കാനിരിക്കുന്നു. അധികൃതർ അതിനുള്ള ക്രമീകരണങ്ങൾ പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്.